നാളെ രഞ്ജു ബാംഗ്ലൂർക്ക് തിരിച്ചു പോവാല്ലേ? അതിനു മുന്നേ നമുക്കെല്ലാവർക്കും കൂടെ ആന്റിയുടെ വീട്ടിൽ പോയാലോ എന്ന് ചേച്ചി ചോദിച്ചപ്പോൾ നമുക്കെല്ലാവർക്കും ഓക്കെ ആയിരുന്നു. പക്ഷെ നമ്മളാരും വിചാരിച്ചില്ല അവിടുന്ന് നേരെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുമെന്ന്. സെറ്റിമേന്ന് ചെറുതായിട്ടൊന്ന് ഇറങ്ങി ഫ്ലോറിൽ കിടക്കാൻ നോക്കിയതാണ്. ഡിഞ്ചുവിന്റെ ചെറിയ വിരല് ഒന്ന് മടങ്ങിയോ ഒടിയോ അങ്ങനെ എന്തോ പറ്റി എന്ന് നമുക്ക് മനസ്സിലായി. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായപ്പോൾ തന്നെ വിക്സ് പുരട്ടാനോ ബാം പുരട്ടാനോ ഒന്നും നമ്മൾ നിന്നില്ല കേട്ടോ. നേരെ ആളെയും കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തി. അവിടെ എക്സ്റേ എടുത്ത് നോക്കിയപ്പോഴാണ് അവർ കൺഫേം ആക്കിയത് ചെറിയ വിരൽ ചെറുതായിട്ടൊന്ന് ഒടിഞ്ഞിട്ടുണ്ട്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഇനി എന്തായാലും കുറച്ച് നാളത്തേക്ക് ഡിഞ്ചുവിന് റെസ്റ്റാണ്. അറ്റ്ലീസ്റ്റ് 2-3 വീക്സ് എങ്കിലും നന്നായി റെസ്റ്റ് എടുത്തില്ലെങ്കിൽ ഇത് പെട്ടെന്ന് ക്യൂർ ആവില്ല. ഡോക്ടർ പറയുന്നത് ടോട്ടൽ 2 to 3 months എടുക്കും ബാക്ക് ടു നോർമൽ ആവാൻ വേണ്ടിയിട്ട്. കാലൊടിഞ്ഞെങ്കിൽ എന്താ, ആളതേ ബല്ലേ ബല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കസേരയിൽ നിന്ന് ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിലും വലിയതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇതൊക്കെ എന്ത് എന്നൊരു മൈൻഡാണ് കേട്ടോ ഡിഞ്ചുവിന്റെ. ഇതാണ് കേട്ടോ ഇപ്പൊ ആളുടെ വീൽ ചെയർ. ഇതാവുമ്പോൾ നമുക്ക് സുഖമായിട്ട് ഒരു റൂമിൽ നിന്ന് വേറെ റൂമിലേക്ക് ഉന്തിക്കൊണ്ട് പോവാലോ. ഞാനാണെങ്കിൽ നാളെ ബാംഗ്ലൂർക്ക് തിരിച്ചു പോകും. ഡിഞ്ചു ആണെങ്കിൽ ഇനി റെസ്റ്റ്. ചേച്ചിക്കാണെങ്കിൽ ഇനി സ്കൂളിൽ പോവും, പിള്ളേരെ സ്കൂളിൽ വിടാനൊക്കെ ആയിട്ട് ബിസി ആയിരിക്കും. അങ്ങനെ നമ്മൾ 3 പേരും ഇനി 3 വഴിക്കാണ്. അപ്പൊ ശരി, പിന്നെ കാണാം. ബായ്.